അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നീ ആ ഉയർത്തിയ കാലുണ്ടല്ലോ, കാരണം ഉമ്മാനെ ചവിട്ടിയതിന് സമാനമാണ്, നീ ആ ഉയർത്തിയ കാലുണ്ടല്ലോ എന്ന് മാത്രമാണ് ഉമ്മ പ്രതികരിച്ചത്. നമ്മുടെ ഏകദേശം തൊട്ടടുത്ത ഒരു സ്ഥലത്തുള്ള ഒരു അത്യാവശ്യം ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ നല്ലൊരു വീടൊക്കെ വെച്ചു. അയാൾ അവിടെ താമസം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കസേര വലിയൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങി. അറിയപ്പെടുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് നല്ല വില കൊടുത്ത് വാങ്ങി. നല്ലൊരു കസേരയാണ്. അപ്പോൾ ആ കസേരയിൽ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ പ്രായമുള്ളൊരു സ്ത്രീയാണല്ലോ, അവരൊന്നും ഈ കസേര കണ്ടപ്പോൾ അതിലൊന്ന് വെറുതെ ഒന്ന് ഇരുന്ന് നോക്കി. ഈ ഇരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പറ്റിയില്ല, മരുമോൾക്ക് പറ്റിയില്ല. അപ്പോൾ ഈ സ്ത്രീ ചെന്നിട്ട് ഭർത്താവിനോട് നിങ്ങളെ ഉമ്മ ഉണ്ടോ, ഞാൻ വാങ്ങിയ കസേരയിൽ ഇരിക്കുന്നുണ്ട്, അവർക്ക് വേറെ എന്തെല്ലാം ഇവിടെ സോഫയും കസേരയൊക്കെ അല്ല, അതിലിരുന്നാൽ പോരെ, എൻ്റെ കസേരയിൽ തന്നെ പോയി ഇരിക്കണോ. അപ്പോൾ ഭാര്യ ഇത് ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ അയാൾ ആ ചൂടിൽ വന്നിട്ട് ഉമ്മ ഇരിക്കണ ആ കസേരയിൽ എന്ത് ചെയ്തു, അയിമൊന്ന് കാലുകൊണ്ട് ഇങ്ങനെ തട്ടി, ഉമ്മങ്ങൾക്ക് വേറെ എത്ര കസേര ഉണ്ട് അവിടെ പോയിരുന്നാൽ പോലെ ഒന്ന് ചൂടായിട്ട് അയാൾ സംസാരിച്ചു. അപ്പോൾ ഇയാൾ ഈ കാലുകൊണ്ട് തട്ടിയല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നീ ആ ഉയർത്തിയ കാലുണ്ടല്ലോ, കാരണം ഉമ്മാനെ ചവിട്ടിയതിന് സമാനമാണ്, നീ ആ ഉയർത്തിയ കാലുണ്ടല്ലോ എന്ന് മാത്രമാണ് ഉമ്മ പ്രതികരിച്ചത്. അത് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇയാൾ ഒരു പ്രാവശ്യം സാധാരണ നഖം വെട്ടാറുണ്ടല്ലോ നമ്മൾ, അപ്പോൾ കാലിൻ്റെ നഖം വെട്ടിയ സമയത്ത് ഒന്ന് കയറി വെട്ടി, ചെറിയൊരു രക്തം പൊടിഞ്ഞു, സാധാരണ നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ആ മുറിവ് ഉണങ്ങിയില്ല, അതിങ്ങനെ പഴുത്ത് ആകെ വ്രണമായി. അയാൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ആഴത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഈ വിരൽ മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ബേജാറായി. പക്ഷേ വിരൽ മുറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും കയറും. അങ്ങനെ ആ വിരൽ മുറിച്ച് കളഞ്ഞു. പിന്നീട് ആ മുറി വീണ്ടും ഉണങ്ങാതെ വീണ്ടും പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണങ്കാലും സ്പ്രെഡ് ചെയ്ത് അതുവരെ മുറിക്കേണ്ടി വരും, ഫുള്ള് മുറിച്ച് കളയേണ്ടി വരും. അങ്ങനെ അതും മുറിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ സമാനമായ കുറേ സംഭവങ്ങളുണ്ട്. കാരണം ഉമ്മയുടെ അല്ലേ, ഉമ്മാനെ ചവിട്ടാൻ വേണ്ടി ഉയർത്തിയ കാല്, ഉമ്മാനെ ചവിട്ടിയിട്ടില്ല, ഉമ്മ ഇരുന്ന കസേരയിൽ ഭാര്യ തള്ളി വിട്ടതാണ്. ഇതിൽ ചിന്തിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഉമ്മയോടുള്ളത്, രണ്ടാമത്തെ കാര്യം ഈ ഭാര്യമാർ പറയണത് കേട്ടിട്ട് നേരെ എന്ത് ചെയ്യരുത്, നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പോകരുത്. പലപ്പോഴും നമ്മുടെ സഹോദരന്മാർ അവരൊക്കെ സ്വർഗം നഷ്ടപ്പെടുക അവരെ ഭാര്യമാരാണ് നഷ്ടപ്പെടുത്തുക. ഈ സഹോദരിമാർക്ക് സ്വന്തം ഭർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ, ഉമ്മ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗം നഷ്ടപ്പെടുക, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പരമാവധി ഉമ്മാക്ക് എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കണം എന്ന് പറയാണ് വേണ്ടത്. അവർക്ക് പ്രയാസമുണ്ട്, കാരണം നമുക്കറിയാം, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മുതലേ ഉമ്മ ഇങ്ങനാക്കി പീഡിപ്പിച്ചു. ഉമ്മ സിറ്റ് ഔട്ടിൽ ഇരിക്കും, ബാക്കി മുഴുവൻ പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, രാവിലെ മുതലേ വൈകുന്നേരം വരെ ഈ മരുമകൾക്ക്, അങ്ങനെ കഷ്ടപ്പെട്ട ഒരുപാട് സഹോദരിമാർ. ഒരു 10, 15, 20 കൊല്ലം മുമ്പ് പിന്നെ മുഴുവൻ കഷ്ടപ്പെട്ട സഹോദരിമാരെ കുറിച്ച് നമുക്കറിയാം. ഇന്നിപ്പോൾ ആ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു അല്ലേ, ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഉമ്മയോടുള്ള ആ ഒരു ആദരവും സ്നേഹവും ബഹുമാനവും കടപ്പാടും ഉമ്മയോട് ഉപ്പയോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗം തന്നെ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ പാതിയാണ്. പക്ഷെ ആ ഭാര്യ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാം അല്ലേ, ഡിവോഴ്സ് എന്നൊരു സംഭവത്തിൽ നഷ്ടപ്പെടാമല്ലോ. പക്ഷെ ഉമ്മയോ അറുത്തു മുറിച്ചാൽ മാറൂലല്ലോ, മാതാപിതാക്കൾ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വലിയ ചിന്തക്ക് ശരിക്ക് ആരാണെങ്കിലും, രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അത് പരസ്പരം കൂട്ടിക്കടിപ്പിച്ച അല്ലേ. അതേച്ച് ഭാര്യ നിസ്സാരാക്കല്ല, നമുക്കുണ്ടായ മക്കളൊക്കെ ഭാര്യയിലാണ് അല്ലേ. ഇതെൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഒരിക്കൽ നമ്മൾ പറയുന്ന നിസ്സാരമായി കാണുന്ന ഭാര്യയിലാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം അവരും എന്തല്ല, അവരും അന്യരല്ല, എല്ലാവരും ഒരുമിച്ച്. ഇപ്പോൾ ആ സഹോദരി, ആ ഭാര്യ, ആ മരുമകൾ ചിന്തിക്കുകയാണ്, നന്നായി പോകണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഈ അമ്മായിമ്മ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, കുടുംബം വളരെ നന്നായി പോകും. ആയിരക്കണക്കിന് മെസ്സേജുകളാണ് നമുക്ക് വരുന്നത് സ്നേഹക്കൂടിലേക്ക്. ഇന്നലെ പോലും ഒരു സഹോദരി അയച്ച മെസ്സേജ് ഉണ്ട്, എന്ത്, പിന്നെ ഭർത്താവിനെ അനുസരിച്ചാൽ പോരെ, ഭർത്താവിൻ്റെ ഉമ്മാനെ അനുസരിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം. കാരണം ഇടങ്ങേറായിട്ട് ചോദിക്കുകയാണ്, അവർക്കിപ്പോൾ ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ സഹോദരിമാരെ ഇടങ്ങേറാക്കാതെ അവരും തന്നെ നല്ല നിലക്ക് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എന്ത് ചെയ്യണം, ചിന്തിക്കണം. അതിനോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ള തരും, ഈ ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഒരു ഉമ്മാക്ക് ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളാണ് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കണത് അല്ലേ.
അവർ പറയുന്ന വീട്, ഡിസൈന്, അവരുടെ റൂമിലുള്ള സെറ്റിങ്സ്, ഇതൊക്കെ ആര് അതൊന്നും ഇപ്പോൾ ഉമ്മ ഒന്നും ആവശ്യപ്പെടില്ല, ഉമ്മക്ക് ചെയ്തു കൊടുക്കണമെന്നില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഭർത്താവിനെ ഉമ്മയുമായി തെറ്റിച്ച് അവരെ സ്വർഗം കളയുന്ന പണി സഹോദരിമാരെന്ത് ചെയ്യരുത്, എടുക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചിന്താശകലം, നമ്മൾ ഇന്നത്തെ ശ്രോതാക്കൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മധുരക്കനിയാണ് എന്നുമ്മ.